ചോറ് വെച്ചിട്ടാണ് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഡൗട്ട് വേണ്ട, ചോറ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്, അതും കുറഞ്ഞ ചേരുവ വെച്ച്. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത ശേഷം അരക്കപ്പ് എടുക്കുക. ചോക്ലേറ്റ് എടുക്കുമ്പോൾ കുറച്ച് നല്ല ബ്രാൻഡ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട്, ഇത് ചൂടുവെള്ളമാണ് കേട്ടോ, എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വെറും 2 ചേരുവ മാത്രമാണ് ഇതിന് വേണ്ടത്. ഇനി ഒന്നും ചെയ്യാനില്ല. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട്, ഇത് നമ്മൾ മോൾഡിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ആ മോൾഡിൽ ഒഴിച്ച് നമ്മൾ ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഒരു 3-4 മണിക്കൂറൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടില്ല, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സെയിം ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ചോറിൻ്റെ മണമൊന്നുമില്ല, നമ്മൾ ചോക്ലേറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.